അഡ്രിനാലിൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അനാട്ടമി അബ്ഡോമനിലെ പെരിനിയം എന്ന റീജിയൻ ഇല്ലേ, അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇഷ്യോ റെക്ടൽ ഫോസ അല്ലെങ്കിൽ ഇഷ്യോ ഏനൽ ഫോസ. ഓക്കെ, അതൊരു വെഡ്ജ് ഷേപ്ഡ് ആണ്, ഫാറ്റ് ഫിൽഡ് സ്പേസസ് ആണ്. ആൻഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഏനൽ കനാൽ ബിലോ പെൽവിക് ഡയഫ്രം. ഈ ഒരു ഫിഗർ നോക്കാം. ഏനൽ കനാൽ കണ്ടില്ലേ, ഈ ഒരു റൗണ്ട് സ്ട്രക്ചറാണ് ഏനൽ കനാൽ. അതിന് രണ്ട് സൈഡിലും എന്തുണ്ട്, ഈ ഫാറ്റ് ഫിൽഡ് സ്പേസസ് ഇഷ്യോ ഏനൽ ഫോസ ഉണ്ട്. ഓക്കെ, അത് പെൽവിക് ഡയഫ്രത്തിന് താഴെയായിട്ടാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡയലറ്റേഷൻ ഓഫ് ഏനൽ കനാൽ ഡ്യൂറിങ് ഡിഫിക്കേഷൻ. മെഷർമെൻറ്റ് നോക്കുവാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്, 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 5 സെൻറ്റിമീറ്റർ ഓർ മോർ ഡെപ്ത്. ദിസ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ ബൗണ്ടറീസ് പറയാൻ വേണ്ടി പോവാണ്. ലാറ്ററലി എന്താണ് ബൗണ്ടറി? ഫേഷ്യ കവറിങ് ഒബ്റ്റുറേറ്റഡ് ഇന്റേണൽ മസിൽ ആൻഡ് ഇഷ്യൽ ട്യൂബ്രോസിറ്റി. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കാം. നമ്മുടെ വിശ്രാം സിംഗിലെ ഫിഗറാണേ. ഫിഗറിൽ ഈ ഒരു ഞാൻ യെല്ലോ ഷെയ്ഡ് ചെയ്തേക്കുന്ന കണ്ടോ, ഒബ്റ്റുറേറ്റഡ് ഇന്റേണൽ മസിൽ, ഒബ്റ്റുറേറ്റഡ് ഫേഷ്യ. അതേതാണ് മാർക്ക് ചെയ്യുന്ന ഈ ഫിഗർ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു നേരെ കാണുന്ന ഒരു മസിലാണ് അതായത് ലാറ്ററൽ ബൗണ്ടറി. ഈ ഒരു യെല്ലോ ആണല്ലോ ഇഷ്യോ ഏനൽ ഫോസ അല്ലെങ്കിൽ ഇഷ്യോ റെക്ടൽ സ്പേസ്. ഇതിൻ്റെ ലാറ്ററൽ ബൗണ്ടറി വന്നിട്ട് ഒബ്റ്റുറേറ്റഡ് ഇന്റേണൽ മസിൽ, അതിൻ്റെ ഫേഷ്യ, ഇഷ്യൽ ട്യൂബ്രോസിറ്റി ഒക്കെയാണ്. ഓക്കെ, ദെൻ അബൌട്ട് ദ മീഡിയൽ ബൗണ്ടറി. ഈ നേരെ കാണുന്ന ഈ ഒരു മസിലുണ്ട്, ഞാൻ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നില്ല, ലേവേറ്റർ റേനി അതിൻ്റെ ഫേഷ്യയൊക്കെ, അതാണിത്. ഓക്കെ, മീഡിയൽ ബൗണ്ടറി. സോ ലാറ്ററൽ ബൗണ്ടറി, മീഡിയൽ ബൗണ്ടറി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ആൻറ്റീരിയർലി ഈ ഇഷ്യോ ഏനൽ ഫോസ അല്ലെങ്കിൽ ഇഷ്യോ റെക്ടൽ ഫോസയുടെ ആൻറ്റീരിയർലി എന്താണ് ഉള്ളത്? ആൻറ്റീരിയർലി പോസ്റ്റീരിയർ ബോർഡർ ഓഫ് ദ പെരനിയൽ മെംബ്രൻ. ഓക്കെ, നമുക്ക് പെരനിയൽ മെംബ്രൻ ഉണ്ടല്ലോ, ആ പെരനിയൽ മെംബ്രൻ്റെ പോസ്റ്റീരിയർ ബോർഡർ ആണ് ആൻറ്റീരിയർലി ഉള്ള ബൗണ്ടറി. പോസ്റ്റീരിയർലി എന്താണുള്ളത്? സാർക്കോ ട്യൂബറസ് ലെഗമെൻറ്റ്. ഓക്കെ, സോ ആൻറ്റീരിയർ ബൗണ്ടറി, പോസ്റ്റീരിയർ ബൗണ്ടറി, അതുപോലെ തന്നെ ലാറ്ററൽ മീഡിയൽ, രണ്ട് ലാറ്ററൽ, ഇതാണ് ലാറ്ററൽ. ഓക്കെ, ലാറ്ററൽ ബൗണ്ടറി, അതുപോലെ ഇതാണ് മീഡിയൽ ബൗണ്ടറി. ഓക്കെ, സോ ലാറ്ററൽ ബൗണ്ടറി, മീഡിയൽ ബൗണ്ടറി നമ്മൾ പറഞ്ഞു, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ബൗണ്ടറി പറഞ്ഞു. ദെൻ ഫ്ലോർ എന്താണ്? പെരനിയൽ സ്കിൻ. ഓക്കെ, റൂഫ് എന്താണ്? റൂഫ് രണ്ട് ഫേഷ്യയുടെ മീറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, മീറ്റിംഗ് പോയിന്റ് ഓഫ് ഫേഷ്യ കവറിംഗ് ഒബ്റ്റുറേറ്റഡ് ഇന്റേണസ് ആൻഡ് ഇൻഫീരിയർ ഫേഷ്യ ഓഫ് ദ പെൽവിക് ഡയഫ്രം. ദിസ് ഓൾ അബൌട്ട് ദ ബൗണ്ടറീസ്. ദെൻ അബൌട്ട് ദ കണ്ടൻസ്. കണ്ടൻസ് നമ്മൾ ആദ്യം കണ്ട ഫിഗർ ഇല്ലേ, ആ ഫിഗർ തന്നെ നോക്കാം. അതിൽ എന്തൊക്കെയുണ്ട് കണ്ടൻസ്? ഇഷ്യോ റെക്ടൽ പാർട്ട് ഓഫ് ഫാറ്റ്, ആ യെല്ലോ കളർ ഫാറ്റ് ഫിൽഡ് സ്പേസ് ഇല്ലേ, അതാണ് ഇഷ്യോ റെക്ടൽ പാർട്ട് ഓഫ് ഫാറ്റ്. Posterior labial nerves and vessels, inferior rectal nerves and vessels, perennial branch of S4 nerve. Okay, this is about the content. ഇനി ഒരു ക്ലിനിക്കൽ നോക്കുവാണെങ്കിൽ ഈ ഇഷ്യോ റെക്ടൽ ഫോസ അല്ലെങ്കിൽ ഇഷ്യോ ഏനൽ ഫോസ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഇല്ല അതിൻ്റെ ലൊക്കേഷൻ കാരണം. ഇൻഫെക്ഷൻ എന്തുകൊണ്ടൊക്കെ വരാം? മേ ഒക്കർ ഫ്രം ബോയിൽസ് ഓർ അബ്രേഷൻ ഓഫ് പെരനിയൽ സ്കിൻ. പെരനിയൽ സ്കിൻ ഒരു ബൗണ്ടറി അല്ലായിരുന്നു, നമ്മുടെ ഫ്ലോർ ആയിരുന്നു അല്ലേ. ഇഷ്യോ റെക്ടൽ ഫോസയുടെ ഫ്ലോർ ആയിരുന്നു പെരനിയൽ സ്കിൻ. അപ്പം പെരനിയൽ സ്കിന്നിൻ്റെ അബ്രേഷൻ വരെ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഏനൽ കനാലിൻ്റെ തന്നെ ലീഷൻ കാരണം ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഫ്രം പെൽവിക് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ റയർലി ബ്ലഡ് വഴിയുമ്പോൾ ഇൻഫെക്ഷൻ വരാം. സോ ആ ഇഷ്യോ റെക്ടൽ ഫോസ ഇൻഫെക്ഷൻ വരാൻ നല്ല ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. ആ ഇൻഫെക്ഷൻ ചിലപ്പം ആപ്സസ് ആവാൻ ചാൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഇഷ്യോ റെക്ടൽ ആപ്സസ്. ദെൻ ഇഷ്യോ റെക്ടൽ ഫോസയുടെ റീജിയനിലുള്ള കുറച്ച് സ്പേസസ് ആണ്, അതിൽ ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ പെരി ഏനൽ സ്പേസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സബ്ക്യൂട്ടേനിയസ് സ്പേസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഏനൽ ഓർഫേസ്. ഓക്കെ, ഏനൽ ഓർഫേസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഒരു സബ്ക്യൂട്ടേനിയസ് സ്പേസ് ആണ് ഈ പെരി ഏനൽ സ്പേസ്. ഇറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ പെരി ഏനൽ ഫേഷ്യ, ബിലോ ബൈ പെരി ഏനൽ സ്കിൻ. മേലെ പെരി ഏനൽ ഫേഷ്യയും താഴെ പെരി ഏനൽ സ്കിന്നും ആണ് ഈ പെരി ഏനൽ സ്പേസിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ളത്. And fat in the perianal space is tightly arranged in small loculi. ഈ പെരിയേനൽ സ്പേസിൽ കുറേ ഫാറ്റ് ഉണ്ട്, ഇത് സ്മോൾ ലോക്കലി ആയിട്ടാണ് ടൈറ്റ്ലി അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്പേസിലെ ഇൻഫെക്ഷനാണ് കോസിങ് പെരീനിയൽ ആപ്സസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ സ്പേസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പെരീനിയൽ ആപ്സസ് ഉണ്ടാവും, അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. സോ അതാണ് പെരിയേനൽ സ്പേസ്, അതൊരു സബ്ക്യൂട്ടേനിയസ് സ്പേസ് ആണ്. അതിൻ്റെ ബൗണ്ടറിയുടെ കാര്യം, അതിൽ ഫാറ്റ് നല്ല ടൈറ്റ്ലി അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ആപ്സസ് വന്നിട്ട്. ദെൻ അബൌട്ട് ദ പുഡൻറ്റൽ കനാൽ, അതിന് വേറൊരു പേരാണ് അലോക്സ് കനാൽ, ചിലപ്പം അൽക്കോക്സ് കനാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. അതെന്ന് പറയുമ്പോൾ ഒരു ഫേഷ്യൽ കനാലാണ്. എവിടെ ഉള്ള? ഇഷ്യോ ഏനൽ ഫോസയുടെ ലാറ്ററൽ വോളിലാണ് ഉള്ളത്. ഓക്കെ, അതൊരു ഫേഷ്യൽ കനാലാണ്. ലാറ്ററൽ വോൾ പ്രസൻറ്റ് ഇൻ ലാറ്ററൽ വോൾ ഓഫ് ദ ഇഷ്യോ റെക്ടൽ ഫോസ അബൌട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ എബോവ് ദ ഇഷ്യൽ ട്യൂബ്രോസിറ്റി. ഇഷ്യൽ ട്യൂബ്രോസിറ്റിക്ക് ഒരു 1 ഇഞ്ച് മേലെ ആയിട്ടാണ് ഈ കനാൽ ഉള്ളത്. ഇറ്റ് ഈസ് ഫോംഡ് എയ്തർ ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് ഒബ്റ്റുറേറ്റഡ് ഫേഷ്യ ഓർ ബൈ സെപ്പറേഷൻ ബിറ്റ്വീൻ ഫേഷ്യ ലുനേറ്റ ആൻഡ് ദ ഒബ്റ്റുറേറ്റഡ് ഫേഷ്യ. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ഫോം ചെയ്തത് ഒബ്റ്റുറേറ്റഡ് ഫേഷ്യയുടെ സ്പ്ലിറ്റിംഗ് വഴിയോ,
അല്ലെങ്കിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ഫേഷ്യ ലൂണേറ്റ ആൻഡ് ഒബ്റ്റുറേറ്റഡ് ഫേഷ്യ. ദെൻ അബൌട്ട് ദ കണ്ടൻസ്. അതിൽ നമ്മുടെ പുഡൻറ്റൽ കനാലിലെ കണ്ടൻസ് ഏതൊക്കെയാണ്? പുഡൻറ്റൽ നെർവും ഇൻറ്റേർണൽ പുഡൻറ്റൽ വെസൽസുമാണ്. പുഡൻറ്റൽ നെർവ് വിച്ച് ഡിവൈഡ്സ് വിത്തിൻ ദ കനാൽ ഇൻറ്റു ഡോർസൽ നെർവ് ഓഫ് പെനിസും പെരീനിയൽ നെർവും. ഓക്കെ, പുഡൻറ്റൽ നെർവ് ആ കനാൽ വെച്ച് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡോർസൽ നെർവ് ഓഫ് പെനിസായിട്ടും പെരീനിയൽ നെർവായിട്ടും. ഈ പുഡൻറ്റൽ നെർവാണ് ചീഫ് നെർവ് ഓഫ് പെരിനിയം. ഇനി ഇൻറ്റേർണൽ പുഡൻറ്റൽ വെസൽസ്, അതാണ് ഇൻറ്റേർണൽ പുഡൻറ്റൽ ആർട്ടറി. അതിൻ്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്? ഇൻഫീരിയർ റെക്ടൽ ആർട്ടറി, പെരീനിയൽ ബ്രാഞ്ച്, artery to bulb and urethra, deep artery of penis or clitoris, and dorsal artery of penis or clitoris. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്യോ ഏനൽ ഫോസ എന്ന് പറയുമ്പം. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് കുറേ കാര്യം എഴുതാതെ നമുക്ക് നല്ലൊരു ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്, ടൈം സേവ് ചെയ്യാം. പിന്നെ ബൗണ്ടറീസ്, കണ്ടൻസ്, ഒരു ക്ലിനിക്കൽ ഇഷ്യോ റെക്ടൽ ആബ്സസ്, പിന്നെ പെരിയേനൽ സ്പേസ്, പുഡൻറ്റൽ കനാൽ, അതിൻ്റെ ചെറുതായിട്ടൊരു കണ്ടൻസ്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.